കുരുമുളകും പൊടി, തൈര്, ഉപ്പ്, നാരങ്ങ നീര് ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ്റെ കൂടെ 2 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് മസാലയൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. അപ്പോൾ ഇനി നമ്മൾ ട്രെയിൽ വെച്ചിട്ട് ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് നമ്മൾ ഈ ട്രെയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ചിക്കന് നിരത്തി വെക്കാൻ പോകുന്നത്. അപ്പോൾ അലുമിനിയം ഫോയിൽ എടുത്തു ഈ ട്രെയിലിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളതിൽ ചിക്കൻ നിരത്തി വെക്കാൻ പോവാണ്. അപ്പോൾ കണ്ടോളൂ, ഇതേമാതിരി ഇത് ട്രെയിൽ നമ്മൾ ചെറിയ ട്രേ ആണ്, 3 കോഴിയാണ് ചെയ്യുന്നത്. ഓവനിൽ ഇതിൽ വെച്ചിട്ട് നിരത്തി വെക്കാം, ചിക്കൻ നിരത്തി വെക്കാം. അപ്പോൾ ചിക്കൻ ഇതേമാതിരി ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ 3 ചിക്കന് നല്ല രീതിയിൽ പോകും. 4 ചിക്കൻ വരെ ഈ ട്രെയിൽ പോകും. 2 നീളത്തിൽ 2 ക്രോസിൽ വെച്ചാൽ 3 ചിക്കൻ സുഖമായിട്ട് പോകും. അങ്ങനെ ചിക്കനെല്ലാം ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഈ സംഭവം ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഇതിൽ നിരത്തി വെക്കുകയാണ്. അടിപൊളി മസാലയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെച്ചത് ഒരുപാട് പ്രാവശ്യം ഞാൻ ചെയ്തതാണ്. ആ പറയുന്നവരെ വേണ്ടവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അടിപൊളി ഉഷാറാണ്. കുരുമുളകും പൊടി, ഉപ്പും നാരങ്ങ നീരും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് മസാല ഇതിൻ്റെ നേരെ ഒന്നും കൂടി ബാക്കിയില്ലാതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സൈത്തൂൻ്റെ ഓയിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കാം. ഇതേമാതിരി നിരത്തി ട്രെയിൽ ഇങ്ങനെ നിരത്തി വെക്കുക. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു അലുമിനിയം കവർ ചെയ്തിട്ട് ഓവൻ്റെ അടിയിൽ തീ കത്തിച്ചിട്ട് അടി ചൂട് കൂടുതലാക്കിയിട്ട് ഒരു 45 മിനിറ്റ് കൊണ്ട് ഇത് ശരിക്കാവും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, മേലേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചോപ്പിച്ചെടുത്താൽ മതി. എന്നിട്ടൊന്ന് മറച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് ആ സൈഡ് ഒന്ന് ചോപ്പിച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓവനിൽ ഒരു മഷ്വായി, ചിക്കൻ മഷ്വായി. അപ്പോൾ അതിൽ ഒരു ചിക്കന് 2ആയിട്ട് പൊളിച്ച 3 ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിലേക്കുണ്ടായ മസാല എന്തൊക്കെയാ വെച്ചാൽ കുരുമുളകും പൊടി, തൈര്, ഉപ്പ്, നാരങ്ങ നീര് ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ്റെ കൂടെ 2 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് മസാലയൊക്കെ കൂട്ടി വെച്ചിട്ട്